Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class we had discussed about some basic terms and concepts on probability theory. Today also we are trying to deal with the same topic, some basic terms and concepts in probability. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു, എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു, എന്താണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞു, വാട്ട് യു മീൻ ബൈ ട്രയൽ, വാട്ട് ഈസ് ആൻ ഇവൻറ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ആസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇവൻറ്റ്സ്. ഇത്രയും കാര്യമാണ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. They are the 6 terms that today we are trying to discuss are equally likely events, mutually exclusive events, mutually exhaustive events, independent events, dependent events and complementary events. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ 6 ടേംസിനകത്ത് കോമൺ ആയിട്ടൊരു ടേം ഉണ്ട്. എന്താണത്? ഇവൻറ്റ്സ് അല്ലേ. അതായത് ഇവൻറ്റുകളെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ പലതരം ഇവൻറ്റ്സിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ എല്ലാ ടേംസിനകത്തും കോമൺ ആയിട്ട് വരുന്ന ടേം ഏതാണ്? എല്ലാ വേർഡ്സിനകത്ത് അല്ലെങ്കിൽ എല്ലാ ടേംസിനകത്ത് കോമൺ ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? ഇവൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഇവൻറ്റ്സ്, അതായത് ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ ഓരോ ടേമിനകത്തും വരുന്നത്. സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിനെ പറ്റിയായിരുന്നു. കോമ്പൗണ്ട് ഇവൻറ്റ് മീൻസ് വൺ ഇവൻറ്റ്, സ്പെസിഫൈങ് അബൌട്ട് വൺ ഇവൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇവൻറ്റ്സിനെ പറ്റി ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സിൻ്റെ പ്രസൻസ് വന്നാൽ അവ തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഒന്നാമത്തെ ടേം നോക്കാം, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. രണ്ടിൽ കൂടുതലോ ഇവൻറ്റ്സിന് 2 or more events are said to be equally likely. എപ്പോഴാണ് രണ്ടിൽ കൂടുതലോ ഇവൻറ്റ്സിന് ഈക്വലി ലൈക്ലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ ഈ 2 ഇവൻറ്റ്സും ഹാപ്പൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ 2 ഇവൻറ്റ്സും ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇന്നലെ നമ്മൾ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഇതേ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈക്വലി ലൈക്ലി എന്താ? രണ്ടിൽ കൂടുതലോ കാര്യങ്ങളോ ഹാപ്പൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒക്കർ ചെയ്യാനായിട്ടുള്ള സാധ്യത, ചാൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഇവൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2 or more events are said to be equally likely if the occurrence of both അല്ലെങ്കിൽ the chance of occurrence of both are same. അതായത് ഈ രണ്ടിൽ കൂടുതലോ ഇവൻറ്റ്സിനെ നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവൻറ്റ്സുകളെല്ലാം തന്നെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരിക്കലും ഒരു ഇവൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ഇല്ലാതായി പോരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എല്ലാ ഇവൻറ്റ്സും ഒക്കർ ചെയ്യാനുള്ള ചാൻസ് സെയിം ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആർ കോൾഡ് വാട്ട്? ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, വൈൽ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഹെഡ് വീഴാനുള്ള ചാൻസും ഉണ്ട്, ടെയില് വീഴാനുള്ള ചാൻസും ഉണ്ട്. വീഴാനുള്ള ചാൻസ് രണ്ട് സൈഡും വീഴാനുള്ള ചാൻസ് എന്താണ്? സെയിം ആണ് അല്ലേ. ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയില് വീഴാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഹെഡ് തന്നെ വീഴുള്ളൂ അല്ലെങ്കിൽ ടെയില് തന്നെ വീഴും, അങ്ങനെയില്ല. ഒരു അൺബൈസ്ഡ് കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഈ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 ഇവൻറ്റ്സും ഒക്കർ ചെയ്യാനുള്ള ഗെറ്റിംഗ് എ ഹെഡ് ഓർ ഗെറ്റിംഗ് എ ടെയിൽ, 2 ഇവൻറ്റ്സും ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? സെയിം ആണ്. സോ നമുക്ക് പറയാം, വൈൽ ടോസിങ് എ കോയിൻ ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ ആർ 2 events that are equally likely. ആ 2 ഇവൻറ്റ്സും എന്താണ്? ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. കാരണം എന്താ? ഈ 2 ഇവൻറ്റ്സും ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി അഥവാ ചാൻസ് എന്താണ്? സെയിം ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 2 events are said to be equally likely. മനസ്സിലായി കാണല്ലോ എന്താണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതലോ ഇവൻറ്റ്സുകൾ ഇവൻറ്റുകൾ തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ ഈ ടേംസിനെല്ലാം എന്തുള്ളൂ? വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. Then mutually exclusive event. What do you mean by mutually exclusive? 2 or more events are said to be mutually exclusive if the occurrence of one of the event should prevent the occurrence of the other. അതായത്
ഇവൻസുകൾ, രണ്ടോ രണ്ടിൽ കൂടുതലോ ഇവൻസുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ഇവൻറ്റിൻ്റെ ഒക്കറൻസിന് എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. അഥവാ ഈ എല്ലാ ഇവൻറ്റ്സും എന്ത് ചെയ്യില്ല? ഒരുമിച്ച് ഹാപ്പൻ ചെയ്യില്ല. ഡസ് നോട്ട് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. ഒരുമിച്ചായിട്ട് ഇവൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യില്ല? ഹാപ്പൻ ചെയ്യില്ല. അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ ഇവൻറ്റ്സിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദീസ് ഇവൻറ്റ്സ് ഡസ് നോട്ട് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി, ഡസ് നോട്ട് ഒക്കർ സൈമൾട്ടേനിയസ്. ഒരുമിച്ച് ഹാപ്പൻ ചെയ്യില്ല. അഥവാ ഈ ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് ഇറ്റ് ഓൾവേസ് പ്രിവെൻറ്റ്സ് ദ ഒക്കറൻസ് ഓഫ് അതർ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന ഒക്കറൻസ് ഉണ്ടാകുന്നത് മറ്റ് ഇവൻറ്റുകളുടെ ഒക്കറൻസിന് എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. സോ അങ്ങനെയുള്ള ഇവൻറ്റ്സ് നമ്മൾ അന്ന് വിളിക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇവൻറ്റ്സ് ഉണ്ടാവാം അല്ലേ? ഏതൊക്കെയാണ്? ഗെറ്റിംഗ് എ ഹെഡും ഉണ്ടാവാം, ഗെറ്റിംഗ് എ ടെയിലും ഉണ്ടാവാം അല്ലേ? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഹെഡാണെന്നിരിക്കട്ടെ. വി ഗോട്ട് എ ഹെഡ് ആസ് ദ ഔട്ട്കം. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മറ്റേ ഇവൻ്റായ ഗെറ്റിംഗ് എ ടെയിൽ എന്ന് പറയുന്ന ഇവൻ്റ് എന്ത് ചെയ്യുകയാണ്? അത് ഹാപ്പൻ ചെയ്യുന്നതിന് അവിടെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം, നമ്മുടെ കിട്ടുന്ന ഔട്ട്കം ഇവൻറ്റ് ഏതാണോ ആ ഇവൻറ്റ് ദ ഒക്കറൻസ് ഓഫ് ദ അതർ ഇവൻറ്റിന് എന്ത് ചെയ്യാണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഒക്കറൻസ് ഓഫ് ദ അതർ ഇവൻറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് വൈൽ ടോസിങ് എ കോയിൻ, ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റുള്ള ഇവൻറ്റുകളുടെ ഒക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് വി ക്യാൻ സേ ദാറ്റ് ദോസ് ഇവൻറ്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ത്രോയിങ് എ ഡൈയുടെ കേസിൽ ഇത് തന്നെ ആപ്ലിക്കബിൾ ആണ്. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഫേസ് എന്ന് പറയുന്നത് 5 എന്ന് പറയുന്ന നമ്പറുള്ള ഫേസ് ആണെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് എനിക്ക് കിട്ടിയ ഇവൻ്റ് അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ദ ഫേസ് 5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 5 എന്ന് പറയുന്ന ഫേസ് കിട്ടുന്നത് വഴി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് 5 ഇവൻറ്റ്സ് അവിടെ 5 ഇവൻറ്റ്സിൻ്റെ ഒക്കറൻസ് അവിടെ പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെയാണ്? ഗെറ്റിംഗ് ദ ഫേസ് 1, 5 ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പോൾ ആ ഇവൻ്റ് ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 1 എന്ന് പറയുന്ന ഫേസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യാണ്? അവോയ്ഡ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയാണ്. ഗെറ്റിംഗ് എ ഫേസ് 2, ഗെറ്റിംഗ് എ ഫേസ് 3, ഗെറ്റിംഗ് എ ഫേസ് 4 ആൻഡ് ഗെറ്റിംഗ് എ ഫേസ് 6. ഈ 5 കാര്യങ്ങൾ ഗെറ്റിംഗ് ദ ഫേസ് അതർ ദാൻ 5 അല്ലാതെ മറ്റ് ഏതൊരു ഫേസ് വീഴുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നു? അവിടെ പ്രിവെൻറ്റ് ചെയ്യും. ഏത് ഇവൻറ്റ്? ഗെറ്റിംഗ് എ ഫേസ് 5 എന്ന് പറയുന്ന ഇവൻറ്റ്. അപ്പോൾ ഞാനൊരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഫേസ് 5 ആണെങ്കിൽ ഞാൻ അവിടെ ചൂസ് ചെയ്ത ഇവൻ്റ് ഏതാണ്? 5 ആണ്. ഗെറ്റിംഗ് എ ഫേസ് 5 എന്നുള്ളതാണ്. അപ്പോൾ ആ ഇവൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ള 5 ഫേസുകൾ കിട്ടാനുള്ള ഇവൻറ്റ്സ്. ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ ഫേസ് 1, ഗെറ്റിംഗ് ദ ഫേസ് 2, ഗെറ്റിംഗ് എ ഫേസ് 3, ഗെറ്റിംഗ് എ ഫേസ് 4 ആൻഡ് ഗെറ്റിംഗ് എ ഫേസ് 6. ഈ 5 ഇവൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് 6 ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഗെറ്റിംഗ് എ ഫേസ് 5 ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ടു ഓൾ ദ അതർ 5 ഇവൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരേ സമയം എന്ത് ചെയ്യില്ല? ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇവൻറ്റ്സും ഒരേ സമയം ഒക്കർ ചെയ്യില്ല. അഥവാ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ഇവൻറ്റ്സ് എന്ത് ചെയ്യപ്പെടുന്നത്? പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഇവൻറ്റ്സ് നമ്മൾ എന്ന് വിളിക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. അവിടെയും ഈവൻസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നല്ലേ. അപ്പോൾ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 or more events are said to be mutually exhaustive if the union of all these events will give the sample space. അതായത് ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സിനെ നമ്മൾ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവൻറ്റുകളുടെ എല്ലാം യൂണിയൻ, അഥവാ എന്താ പറയുന്നത്, ഒരുമിച്ച് എഴുതുന്ന യൂണിയൻ എന്ത് വരണം? നമ്മളുടെ സാമ്പിൾ സ്പേസ് നമുക്ക് തരണം. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് എസ് ഏതൊക്കെയാണ്? സെറ്റ്, എച്ച് ആൻഡ് ടി. ശരി, അവിടെ എനിക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള 2 ഔട്ട്കംസേ ഉള്ളൂ, എച്ച് ആൻഡ് ടി.
പിന്നെ സാമ്പിൾ സ്പേസ് എച്ചും ടിയും. ഞാൻ ഫസ്റ്റ് ഇവൻ്റായിട്ട് ചൂസ് ചെയ്യുന്നത് ലെറ്റ് ദ ഇവൻറ്റ് എ ബി ഗെറ്റിംഗ് എ ഹെഡ്. And the event B be getting a tail. അപ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് ഗെറ്റിംഗ് എ ഹെഡാണ്. ദാറ്റ് ഈസ് അതിന് ഞാൻ സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? എ ഈസ് ദ സെറ്റ് എച്ച് അല്ലേ. ബി എന്ന് പറയുന്ന ഇവന്റ് മീൻസ് ഗെറ്റിംഗ് എ ടെയിൽ. അതിന് ഞാൻ സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ടി അല്ലേ. ഈ രണ്ട് ഇവൻസിൻ്റെയും കൂടെ യൂണിയൻ ഞാൻ എടുക്കുന്നു. അതായത് ഈ രണ്ട് സെറ്റുകളുടെയും യൂണിയൻ, രണ്ട് സെറ്റുകളുടെ യൂണിയൻ എഴുതുന്നത് രണ്ട് സെറ്റിലെ എലമെൻസിനെ ഒരുമിച്ച് ഒറ്റ സെറ്റാക്കി എഴുതുക. ദെർഫോർ എ യൂണിയൻ ബി എഴുതുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? സെറ്റ് എച്ച് ടി എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ദ സാമ്പിൾ സ്പേസ്. ഉണ്ടോ? അപ്പോൾ ഈ രണ്ട് ഇവൻസിനെ സംബന്ധിച്ച് ഈ രണ്ട് ഇവൻറ്റുകളുടെ യൂണിയൻ എനിക്ക് എന്ത് തന്നു? എൻ്റെ സാമ്പിൾ സ്പേസ് തന്നു. Therefore, we can say that these two events, while tossing a coin, getting a head and getting a tail are mutually exhaustive events എന്ന് പറയാം. അപ്പോൾ രണ്ടിൽ കൂടുതലോ ഇവൻസിനെ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ യൂണിയൻ, ആ ഇവൻറ്റുകളുടെ യൂണിയൻ എന്ത് തരണം? എനിക്ക് എൻ്റെ സാമ്പിൾ സ്പേസ് തിരിച്ച് പ്രൊവൈഡ് ചെയ്യാം. സോ അങ്ങനെ ഇവൻസ് നമ്മൾ എന്ന് വിളിക്കുന്നത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ്. പേര് കണക്ക് തന്നെ ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഇവൻസ് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എന്ന് വിളിക്കും. അതായത് two or more events are said to be independent if the occurrence of one of the event does not affect the occurrence of the other. അതായത് രണ്ടിൽ കൂടുതൽ ഇവൻസിനെ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേ ഇവൻറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല? അഫക്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അവർ തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒരു രീതിയിൽ എന്ത് ചെയ്യരുത്? അവർ തമ്മിൽ അഫക്റ്റഡ് ആവരുത്. അങ്ങനെയുള്ള ഇവൻസ് നമ്മൾ വിളിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്. ആ കോയിൻ ഞാൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് ഒരു വട്ടം ഞാൻ ടോസ് ചെയ്തു. ഒരു വട്ടം ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡാണ്. ഫസ്റ്റ് ട്രയലിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? ഔട്ട്കം എന്ന് പറയുന്നത് ഹെഡാണ്. ഇതേ കോയിൻ ഞാൻ ഒരു വട്ടം കൂടെ ടോസ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഈ സെക്കൻഡ് ട്രയലിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ടെയിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡായിരുന്നു. ആൻഡ് എൻ്റെ സെക്കൻഡ് ട്രയൽ മൈ ഇവൻ്റ് ഈസ് ഗെറ്റിംഗ് എ ടെയിൽ. ഇനി നോക്കുക, ഈ രണ്ട് വട്ടം ടോസ് ചെയ്തപ്പോൾ ആദ്യത്തെ വട്ടം ടോസ് ചെയ്തപ്പോൾ എനിക്ക് ഹെഡ് കിട്ടി. രണ്ടാമത്തെ വട്ടം ടോസ് ചെയ്തപ്പോൾ എനിക്ക് ടെയിൽ കിട്ടി. പക്ഷേ ഈ ഫസ്റ്റ് ട്രയലിലെ ഇവൻ്റായ ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഒക്കറൻസ് ഓഫ് ദ ടെയിൽ ഇൻ ദ സെക്കൻഡ് ട്രയൽ. ആദ്യത്തെ വട്ടം പറഞ്ഞപ്പോൾ എനിക്ക് ഹെഡ് കിട്ടി. അതുമായിട്ട് ആ രണ്ടാമത്തെ ട്രയലിന് എന്തില്ല? ഒരു ബന്ധവുമില്ല അല്ലേ. രണ്ടാമത്തെ വട്ടം ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടാമായിരുന്നു, ടെയിൽ കിട്ടാമായിരുന്നു. അത് ആ ട്രയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ട്രയലിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഇവൻസിൻ്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇവൻസിനകത്തും ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ഡസ് നോട്ട് അഫക്ട് ദ ഒക്കറൻസ് ഓഫ് ദ അതർ ഇവൻറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ദ ഇവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എന്ന് നമുക്ക് പറയാം. So that's about independent event. And the next term is dependent event. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ. ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എന്ന് പറഞ്ഞാൽ തമ്മിൽ റിലേറ്റഡ് അല്ലാത്ത, ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഇവൻസ്. And the same time, dependent events എന്ന് പറഞ്ഞാൽ two or more events are said to be dependent if the occurrence of one event affect or depends on the occurrence of the other event. ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റൊരു ഇവൻറ്റിൻ്റെ ഒക്കറൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ we can say that both the events are dependent events എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നോക്കുക. ഒരു ബോക്സ്, ഈ ബോക്സിൽ 3 റെഡ് ബോൾസും 4 ബ്ലൂ ബോൾസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഈ ബോക്സിനകത്ത് എത്ര ബോൾസ് ഉണ്ട്? 7 ബോൾസ് ഉണ്ട് അല്ലേ. എൻ്റെ ഫസ്റ്റ് ട്രയലിൽ
മൈ ഫസ്റ്റ് ട്രയൽ എൻ്റെ ഇവൻ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണെന്ന് ഇരിക്കട്ടെ. എ ഈസ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. അങ്ങനെയെങ്കിൽ ആ എ എന്ന് പറയുന്ന ഇവൻ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. ഇവിടെ എത്ര പോസിബിലിറ്റി, എത്ര ബോൾസ് വരെ എനിക്ക് മാക്സിമം എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 7 ബോൾസ് വരെ എനിക്ക് എടുക്കാം അല്ലേ? അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് പോസിബിൾ കേസസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. 7 ബോൾ കിടക്കുന്ന ഒരു ബോക്സിനകത്ത് നിന്ന് എനിക്ക് 7 ബോൾസിനെയും എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? സോ ഈ 7 ബോളിൽ ഏതിനെ വേണ്ടി എനിക്ക് ചൂസ് ചെയ്യാം. അതിൽ റെഡ് ബോൾ ആകുമ്പോഴുള്ള പ്രോബിലിറ്റി ആണ് എനിക്ക് അറിയേണ്ടത് അല്ലേ? അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? 7 ആണ്. ദെർഫോർ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. അതിനകത്ത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഞാൻ പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് സെഷനകത്ത്, ഈ പ്രോബിലിറ്റിയുടെ ഫസ്റ്റ് സെഷനകത്ത് നമ്മൾ പ്രോബിലിറ്റിയുടെ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ പറഞ്ഞ ഡെഫിനേഷൻ ഞാൻ പറയുന്നത് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് എത്രയുണ്ടോ അതിൽ നിന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസുകൾ, അതാണ് കേസുകളുടെ എണ്ണമാണെന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? ആ നമ്പർ ഓഫ് പോസിബിൾ കേസസ് 7 ആണ്. അതിനകത്ത് നമ്പർ ഓഫ് ഫേവറബിൾ കേസ്, അതായത് ആ 7 ബോളുകളിൽ ഞാൻ എടുക്കുന്നത് റെഡ് ബോൾ ആവാനുള്ള സാധ്യത 7-നകത്ത് എത്ര റെഡ് ബോൾസ് ഉണ്ട്? 3 റെഡ് ബോൾസേ ഉള്ളൂ. അപ്പോൾ ഈ 7 ബോളുകളിൽ എടുക്കുന്ന 7 ബോളുകളിൽ 3 ബോൾസ് റെഡ് ബോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 7-ൽ 3 ചാൻസ് എനിക്ക് ഉണ്ട് എന്ത് ചെയ്യാനായിട്ട്, കിട്ടുന്നത് റെഡ് ബോൾ ആവാനായിട്ട്. therefore നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്രയാണ്? therefore it is 3. therefore probability of getting a red ball is 3/7. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് 7 ബോൾ ഇട്ട് 3 റെഡ് ബോളും 4 ബ്ലൂ ബോളും. അപ്പോൾ ഇതിനകത്തു നിന്ന് ഞാൻ ഫസ്റ്റ് ട്രയലിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു റെഡ് ബോളിനെ ഞാൻ ചൂസ് ചെയ്തു. ആ റെഡ് ബോളിനെ ഞാൻ എന്ത് ചെയ്തു? മാറ്റി വെച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ട്രയൽ കഴിയുമ്പോൾ ഈ ബോക്സിനകത്ത് ഒരു റെഡ് ബോൾ എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ? അപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രയലിന് വേണ്ടി ഞാൻ ഇതേ ബോക്സ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ബോൾസിൻ്റെ എണ്ണം എത്രയാണ്? 2 റെഡ് ബോൾസ് ആൻഡ് 4 ബ്ലൂ ബോൾസ് ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 6 ബോൾസ് അല്ലേ? അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന്, ഈ ബോക്സിൽ നിന്ന് ഒരു റെഡ് ബോളിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര ബോൾസേ ഉള്ളൂ? 6 ബോൾസേ ഉള്ളൂ. അവിടെ എനിക്ക് റെഡ് ബോൾ എടുക്കാനുള്ള എൻ്റെ ഫേവറബിൾ കേസ് എത്രയാണ്? 2 ഉണ്ട്. ചിലപ്പോൾ 2/6 ആയിരിക്കും ഇവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത് ഈ 2 ഇവൻറ്റ്സ് തമ്മിൽ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രയലിൽ ഞാൻ ഒരു റെഡ് ബോൾ ഞാൻ ചൂസ് ചെയ്തു അല്ലേ? ആ റെഡ് ബോളിനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്തു? അതിനെ മാറ്റി വെക്കുക ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഈ ഫസ്റ്റ് ട്രയലിനകത്ത് ഞാൻ ആ ഒരു റെഡ് ബോളിനെ ഞാൻ എടുത്ത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ വിത്തൗട്ട് റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ആ സെക്കൻഡ് ട്രയലിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഫസ്റ്റ് ട്രയലിൽ അതിനകത്ത് 3 റെഡ് ബോൾസും 4 ബ്ലൂ ബോൾസും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു റെഡ് ബോളിനെ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ട്രയൽ ഞാൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സെക്കൻഡ് ട്രയൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു റെഡ് ബോളിൻ്റെ കുറവുണ്ട്. ആ ഒരു റെഡ് ബോളിൻ്റെ കുറവ് ഇവിടെ നിന്ന് വന്നു? ഫസ്റ്റ് ട്രയൽ ഞാൻ മാറ്റിയ റെഡ് ബോൾ ആയത്. അപ്പോൾ ആ ഫസ്റ്റ് ട്രയൽ അല്ലെങ്കിൽ ആദ്യം സംഭവിച്ച ആ ഇവൻറ്റ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ട്രയലിൽ ഉള്ള എൻ്റെ ഇവൻറ്റ്സിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ സെക്കൻഡ് ട്രയൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണെങ്കിലും ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ ആണെങ്കിലും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബോളിൻ്റെ കുറവ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ആ ട്രയലിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് ട്രയലിൽ ഉണ്ടാക്കിയ ഇവൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയലിൽ നമ്മൾ ചെയ്ത നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഇവൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ട്രയലിനെ അല്ലെങ്കിൽ സെക്കൻഡ് ട്രയലിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ രണ്ട് ഇവൻറ്റ്സ് തമ്മിൽ എന്താണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. കാരണം രണ്ടിൽ കൂടുതൽ ഇവൻറ്റ്സ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റ് ഇവൻറ്റിൻ്റെ ഒക്കറൻസിന് എന്ത് ചെയ്യണം, അഫക്റ്റ് ചെയ്യണം. സോ ഈ ഒരു കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ first event in the occurrence, it affects the occurrence of the second event. So we can say that both the events are dependent events. ഇതിനിടയ്ക്ക് ഞാൻ പ്രോബബിലിറ്റി ഡെഫിനേഷൻ കൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ സെക്ഷനോടെയാണെന്ന് പറഞ്ഞു പോയത്. The last definition is about complementary events. Complementary events. Complement എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഫുള്ളിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ബാക്കി അതിന് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിമെന്റ്. ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ, ഈ സർക്കിൾ അല്ലെങ്കിൽ ഒരു പോട്ടെ ഒരു കേക്കാന്നിരിക്കട്ടെ, ഇത് ഒരു കേക്ക്. ഈ കേക്കിനകത്ത് ഞാൻ ഇത്ര ഒരു പീസിനെ ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. അങ്ങനെയെങ്കിൽ ബാക്കി ആ ഹോൾ കേക്കിനകത്ത് ഇത്രയും ഭാഗം എന്താണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റാന്ന് പറയാം. കാര്യം എന്താ, ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിനോട് കൂടെ ഇതും കൂടെ ചേർന്നാലേ എന്താവത്തുള്ളൂ, ടോട്ടൽ ആവത്തുള്ളൂ അല്ലേ. അതായത് ഒരു പീസിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനോടുകൂടെ ഏത് ഭാഗമാണോ നമ്മൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ആസ് ദ ഹോൾ. ഒരു ഹോളായിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടലായിട്ട് പെർഫെക്റ്റ് ഫിഗർ കിട്ടാൻ വേണ്ടി, പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അതിനോടുകൂടെ ആഡ് ചെയ്യേണ്ട ആ ഒരു ടേം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ കോംപ്ലിമെൻ്ററി ഇവൻസിനെ പറ്റിയാണ് പറയുന്നത്. എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ കോംപ്ലിമെൻ്റ് ഇങ്ങനെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണെങ്കിൽ എയുടെ കോംപ്ലിമെൻറ്റിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എയുടെ കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ റൈസ് ടു സി, ദാറ്റ് ഇസ് കോൾഡ് എ കോംപ്ലിമെന്റ്. ഇനി എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, എ എന്ന് പറയുന്നത് ഒരു ഇവന്റിന്റെ ഒക്കറൻസ് ആണെങ്കിൽ, എ മീൻസ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്, എ കോംപ്ലിമെന്റ് മീൻസ് that event does not occur. അത് നേരെ ഓപ്പോസിറ്റ്, ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു ഇവന്റ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോംപ്ലിമെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഗെറ്റിംഗ് എ ഹെഡ് എന്നുള്ളതാണ് എൻ്റെ ഇവൻ്റ്, ഞാൻ ചൂസ് ചെയ്യുന്ന ഇവൻ്റ്. ഗെറ്റിംഗ് എ ഹെഡ് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നോട്ട് ഗെറ്റിംഗ് എ ഹെഡ് ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റ്, ഒരു കോയിൻ ടോസിങ്ങിൽ എ എന്ന് പറയുന്ന ഇവൻറ്റ് ഗെറ്റിംഗ് എ ഹെഡ് ആണെങ്കിൽ when a complement will be not getting a ഹെഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെന്റ്. നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണോ അതിൻ്റെ നോട്ട്. പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ചേരും എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് എയുടെ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1 കിട്ടണം. അപ്പോൾ ഇത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി ഇവൻ്റാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വരുന്ന, നേരെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഇവൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്നൊരു ഇവൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റിനെ എ റൈസ് ടു സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളാണ് എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡ് എന്നാണ് നമ്മളുടെ ഇവൻ്റെങ്കിൽ എ കോംപ്ലിമെൻ്റ് നേരെ ഓപ്പോസിറ്റ്, നോട്ട് ഹെഡ് കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ ഇവൻ്റെങ്കിൽ നോട്ട് ഗെറ്റിംഗ് എ ഹെഡ് കിട്ടുന്നില്ല. അതാണ് നമ്മുടെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഇവൻ്റ്. പ്രോബബിലിറ്റി ഡെഫിനേഷനിലേക്ക്, പ്രോബബിലിറ്റി ടേംസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, 1 കിട്ടണം. അഥവാ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്നും എയുടെ പ്രോബബിലിറ്റിയെ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കണം. രണ്ടും ഒരേ മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്നൊരു ഇവൻ്റ് ഉണ്ട്, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ ഇവൻ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇവൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഒരു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും എയുടെ പ്രോബബിലിറ്റിയെ കുറയ്ക്കുന്നതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അഥവാ എ എന്ന് പറയുന്നൊരു ഇവൻ്റ് ആണെങ്കിൽ
ആ ഇവൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മീനിങ് കൊടുക്കുന്ന ഇവൻ്റ് എന്ന് വിളിക്കുന്നത് കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇവൻറ്റ്സ് കൂടെ കൂടി ചേരുമ്പോൾ എന്താവും, ആ ഹോൾ റാൻഡം എക്സ്പെരിമെൻ്റ് കംപ്ലീറ്റ് എന്ന രീതിയിൽ ആയിട്ട് മാറും. സോ ഇത് നമ്മൾ പഠിച്ചത് 6 ടേംസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഓൾസോ കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ്. സോ ഈ 6 definitions lecture notes ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.